2000 സെപ്റ്റംബർ 16 ആഗ്ര ജ്ഞാനദളം 271. നിങ്ങൾക്ക് കൃതജ്ഞരാകേണ്ടതുണ്ടോ? കടപ്പാട് തോന്നേണ്ടതുണ്ടോ? ആത്മീയ പാതയിൽ നിങ്ങൾക്ക് ആരോടും കൃതജ്ഞതയോ കടപ്പാടോ ഇല്ല. ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ആരോടും നന്ദി പറയാതിരിക്കുകയും ആരെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എല്ലാം നിയന്ത്രിക്കുന്ന ദൈവീകതയ്ക്കുപരിയായി വേറെ ആരൊക്കെയോ ഉണ്ട് എന്ന സൂചനയാണ് നന്ദി പറയുന്നതും കടപ്പാട് തോന്നുന്നതും വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് കടപ്പാട് തോന്നുമ്പോൾ കർമ്മത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ ആദരിക്കുന്നില്ല. ആളുകളെ അവരായി തന്നെ കണ്ട് അഭിനന്ദിക്കുക. അവർ ചെയ്യുന്നതിൽ അവരോട് നന്ദി പറയരുത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ നന്ദി അഹംഭാവത്തിലേക്കായിരിക്കും കേന്ദ്രീകരിക്കുക. കൃതജ്ഞതയുള്ളവരാകൂ. പക്ഷേ ഏതെങ്കിലും പ്രവൃത്തിയോടല്ല കൃതജ്ഞത വേണ്ടത്. എന്താണോ ഉള്ളത് അതിനോട് കൃതജ്ഞതയുള്ളവരാകൂ. ആ ഒരേ ഒരു ഒന്നിന്റെ കളിപ്പാവകളാണ് ഓരോ വ്യക്തിയും എന്നതുകൊണ്ട് നന്ദി പറയുന്നതും കടപ്പാടുമെല്ലാം വെറും അജ്ഞതയുടെ പ്രകടനം മാത്രമാണ്. ഒരൊറ്റ ദൈവീകതയാണ് എല്ലാം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ആ ചേതന നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും തിളങ്ങാതിരിക്കുകയില്ല. നിങ്ങൾ അതിൽ നിന്ന് ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ചോദ്യം: ഗുരുദേവ്, ഞങ്ങൾക്ക് അങ്ങയോട് വളരെയധികം കൃതജ്ഞതയുണ്ട്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഗുരുദേവ്, നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാത്മബോധമുണ്ടെങ്കിൽ കൃതജ്ഞത കടപ്പാടായി തീരുകയില്ല. അങ്ങനെയൊരു കൃതജ്ഞത ദൈവീകതയോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ കൃതജ്ഞത നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജയ് ഗുരുദേവ്.